ഹലോ ഫ്രണ്ട്സ്, അനീഷാണ്. അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന തൊടുപുഴയ്ക്കടുത്തുള്ള കൊടയത്തൂർ എന്ന ഒരു മനോഹരമായ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസാദ് ഉദ്യോഗ് എന്ന റബ്ബർ ബാൻഡ് ഫാക്ടറിയിലാണ്. നമ്മുടെ ഈ സിനിമാ ലോകത്തിൻ്റെയൊക്കെ ലക്കി ലൊക്കേഷൻ ആയ കൊടയത്തൂരിനെ കുറിച്ചുണ്ടല്ലോ, കുറേ പറയാനുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ കാണാം. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാമോ നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ റബ്ബർ ബാൻഡിനെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? ഇത് എത്ര പേരാണ്, എത്ര ദിവസം അധ്വാനത്തിൻ്റെ ഫലമാണെന്നറിയാമോ ഈ റബ്ബർ ബാൻഡിൻ്റെ നിർമ്മാണം? നമുക്കിന്ന് കണ്ടു നോക്കിയാലോ. എന്നാൽ ഇവിടുത്തെ ഈ കൂട്ടുകാർ എങ്ങനെയാണ് റബ്ബർ ബാൻഡ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് ഈ മനോഹരമായ ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ ഈ റബ്ബർ ബാൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ സൂപ്പർവൈസറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10-15 വർഷത്തിന് മേളിലായി. 20 വർഷം മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണിത്. 5 പേരായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 20 പേരായിട്ട് ഒരുമാതിരി നല്ല ഇതിൽ പ്രൊഡക്ഷൻ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ട്സ്, ഡിപ്പോയിൽ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഈ റബ്ബർ ലാറ്റക്സ് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിലേക്ക് ഇവർ രാസവസ്തുക്കൾ ചേർത്ത് 3 ദിവസം സൂക്ഷിക്കും. 3 ദിവസങ്ങൾക്ക് ശേഷം ഇത് പ്യുവർ ലാറ്റക്സ് ആയി വേർതിരിക്കും. അപ്പം ഈ വേസ്റ്റായിട്ട് വരുന്ന വാട്ടറൊക്കെ ഇവർ വേറൊരു പൈപ്പിൽ കൂടെ നമ്മൾ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഈ റബ്ബർ ലാറ്റക്സ് ഓരോ ബാരലുകളിലേക്ക് മാറ്റും. ഈ പ്യുവറായിട്ടുള്ള ലാറ്റക്സ് ഈ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്ത് രാസവസ്തുക്കൾ ആഡ് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാം. പിന്നെ അതിൽ ആകർഷകമായ കളറുകളും നമ്മൾ മിക്സ് ചെയ്യും. അതിനകത്ത് ഇവർ ഇപ്പം മിക്സ് ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള റെഡ് കളറ്, പിങ്ക് കളറ് ആഡ് ചെയ്തിട്ടുണ്ട്, യെല്ലോ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഓറഞ്ച് കളറ്. ഇത്തരം കളറുകളാണ് ഇപ്പം നമ്മൾ കണ്ടത്. നല്ല മനോഹരമായിട്ടാട്ടോ അതിൻ്റെ കളറ് മിക്സ് ചെയ്ത് നമ്മൾ അവിടെ. അതിനുശേഷം പിന്നീട് ഇത് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റും. ഈ സെക്ഷനിലാണ് പല അളവുകളിലുള്ള മോൾഡുകളെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഉണ്ട്, 1 ഇഞ്ച് ഉണ്ട്, 3 ഇഞ്ച് ഉണ്ട്. അങ്ങനെ ഓരോ അളവിലുള്ള മോൾഡുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതിന് ഈ മോൾഡുകൾ ഉണ്ടല്ലോ, ഇത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ മോൾഡുകൾ എടുത്ത് ഈ റബ്ബർ ബാരലുകളിലേക്ക് ഡിപ്പ് ചെയ്യുവാണ്. മീൻസ് നമ്മളെ ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് തിക്നെസ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടി ഒന്നിൽ കൂടുതൽ തവണ ഇത് ഡിപ്പ് ചെയ്യും ഈ ബാരലിലേക്ക്. പിന്നെ അപ്പം തന്നെ ഉടനെ അതിൻ്റെ സൈഡിൽ വേറൊരു ബാരലിൽ നമ്മൾ ആസിഡ് ലൈനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ മോൾഡിൽ പറ്റിയിരിക്കുന്ന റബ്ബർ പെട്ടെന്ന് അത് ഹാർഡനാകും, നന്നായിട്ട് ഹാർഡായിട്ട് മാറുന്നതായിരിക്കും. പിന്നെ അത് പലതരത്തിലുള്ള കളറുകളുള്ള മോൾഡുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് അത് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് ഭംഗിയായിട്ട് മാറ്റി വയ്ക്കും. നല്ല ഭംഗിയായിട്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്പ് ചെയ്തേക്കണ ഈ മോൾഡുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കണ കാണാനായിട്ട് നല്ല പ്രത്യേക ഒരു ഭംഗിയാണ്. ഇപ്പം റെഡ് കളറാണെങ്കിൽ റെഡിൻ്റെ മാത്രം അടുക്കി വെച്ചേക്കണു, അതുപോലെ യെല്ലോ കളറ്, അത് ഓറഞ്ച് കളറ്, പർപ്പിള്, പിങ്ക്, ഇങ്ങനെ പല നിറത്തിലുള്ള ഈ ഡിപ്പ് ചെയ്തേക്കണ മോൾഡ് ഇങ്ങനെ അടുക്കി വെച്ചേക്കണ കാണാൻ ഒരു പ്രത്യേക രസം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡിപ്പ് ചെയ്ത് മോൾഡുകളെടുത്ത് സൂര്യപ്രകാശത്തിൽ കുറച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ഈ ഉണക്കിയെടുത്ത ശേഷം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മോൾഡിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കും. എന്നിട്ട് ഈ റബ്ബർ ബാൻഡ് സൾഫറിൻ്റെയും മറ്റ് രാസവസ്തുക്കളുടെയും ചേർത്തുള്ള ഒരു ലായനിയിൽ മുക്കി അടുപ്പിൽ ചൂടാക്കിയെടുക്കും. അപ്പം അതിന് പറയുന്നത് വൾക്കനൈസേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ പ്രക്രിയയ്ക്ക് റബ്ബർ തന്മാത്രകൾക്കിടയിൽ ബോണ്ടുകൾ സൃഷ്ടിക്കുന്നതിനും ഒരു രാസപ്രവർത്തനത്തിന് കാരണമാകുന്നു.
ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് ഈ റബ്ബറിന് കൂടുതൽ നല്ല ഇലാസ്റ്റിക് സ്വഭാവം കിട്ടുന്നതിന് നല്ല ഒരു സഹായമാണ് ഇത്. പിന്നെ ഇത് തരംതിരിച്ചെടുത്ത് നമ്മൾ റബ്ബർ ട്യൂബുകളുണ്ടല്ലോ, അത് നമ്മൾ ഈ ചേച്ചിമാർ ഇവിടെ ഇരുന്ന് ഇതിനെ തരംതിരിച്ചെടുക്കും. അതിനെ ഓരോ അളവിലും ഓരോ വലിപ്പത്തിലും ഉള്ളതിനെ ഓരോ കളറും സെപ്പറേറ്റ് കളറുകളുള്ളതിനെയും ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ തരംതിരിച്ച് നമ്മൾ എടുക്കുവാണ്. അതിനുശേഷം ഇത് വീണ്ടും നമ്മൾ വെയിലത്ത് സൂര്യപ്രകാശത്തിൽ ഇത് ഇട്ട് ഏകദേശം ഒരു 7-8 മണിക്കൂർ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നു. പിന്നെ ഉണ്ടല്ലോ, പിന്നത്തെ കാഴ്ചയാണ് ഭംഗിയുള്ള കാഴ്ച. പിന്നെ ഇതിനെ ഈ കളറുകൾ ഓരോ കളറിനും പ്രത്യേക അളവുകൾക്കും അനുസരിച്ച് ഇവരുടെ മെഷീനിൽ ഇത് കയറ്റി വെച്ച് കട്ട് ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിങ്ങനെ റബ്ബർ ബാൻഡ് ഇങ്ങനെ അവിടെ നിന്ന് കട്ടായിട്ട്, അതായത് നമ്മൾ കാണാത്ത ഒരു കാഴ്ചയാണ് പിന്നീട് നടക്കുന്നത്. പിന്നെ ഈ റബ്ബർ ട്യൂബുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റബ്ബർ ബാൻഡുകൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമെന്ന് ഒരു പ്രത്യേക ഭംഗിയാട്ടോ അത് കാണാനായിട്ട്. ഇത് ഇങ്ങനെ നിലത്തിങ്ങനെ കൂട്ടമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ. അതായത് പലതരത്തിൽ, അതായത് ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ പല മിക്സ് കളറുകളുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന ആ റബ്ബർ ബാൻഡ് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസം. പിന്നെ ഇത് എടുത്ത് നമ്മൾ വീണ്ടും സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഇതിങ്ങനെ നമ്മൾ ഒരു ഷീറ്റ് ഇട്ടിട്ട് ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഇട്ടേക്കുവാണ് റബ്ബർ ബാൻഡുകൾ. നമുക്ക് കാണുമ്പോൾ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് കണ്ടോ, ഇതൊരു നൂഡിൽസൊക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇത് ഉണക്കിയ ശേഷം എടുത്ത് നമ്മൾ ഓയിലുമായിട്ട് മിക്സ് ചെയ്യും. ഓയിൽ മിക്സ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫംഗസ് പിടിക്കാതിരിക്കുന്നതിനും പിന്നെ റബ്ബർ ബാൻഡിന് നല്ല തിളക്കം ലഭിക്കുന്നതിനും ഇത് ഹെൽപ്പാണ്. പിന്നെ ഏകദേശം ഇത് പാക്ക് ചെയ്ത് നല്ല ചെറിയ പാക്കറ്റുകളിലൊക്കെ ആയി കഴിയുന്നതോടുകൂടി ഏകദേശം റബ്ബർ ബാൻഡിൻ്റെ ആ ഒരു നിർമ്മാണം പൂർത്തിയാകുവാണ്. ഒരു മനോഹര കാഴ്ച കേട്ടോ. ശരിക്കും നിങ്ങൾക്കും വരാം. ഇത് കൊടയത്തൂരാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികളെയൊക്കെ ഇതുകൊണ്ട് കാണിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ എന്താണെങ്കിലും നമ്മളോട് ഇത്രയധികം വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചതിൽ നമ്മുടെ വലിയൊരു താങ്ക്സ്. എന്താണെങ്കിലും ഇത് സാധാരണക്കാർക്കൊരു നല്ലൊരു ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? അതെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 20 വർഷം മുമ്പ് ഇത് തുടങ്ങുമ്പം ഇതിൻ്റെ മാർക്കറ്റ് എന്താകുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടല്ലോ നമ്മൾ തുടങ്ങുന്നത്. ശരിക്കും ഇന്നത് എത്തി നിൽക്കുന്ന ഒരു നല്ല വളർന്ന് ഇത്രയധികം തൊഴിലാളികൾ, 20ഓളം തൊഴിലാളികൾ ഹാപ്പി ആയിട്ട് അവരുടെ കുടുംബം കടന്നു പോകുന്നു. പിന്നെ ഇതിനോട് ബന്ധപ്പെട്ടും ഒരുപാട് പേരുടെ ജീവിതം നടന്നു പോകുന്നു വളരെയധികം ഹാപ്പി ആയിട്ട്. അപ്പം അതൊരു നല്ലൊരു സംരംഭമായിട്ട് ഞാൻ കാണുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും പുതിയ സംരംഭകരോട് എന്തെങ്കിലും പറയാനുള്ളതുണ്ടോ? എന്തെങ്കിലും എല്ലാവരും ഇതിലേക്കൊക്കെ കടന്നു വരിക, നല്ല രീതിയിൽ നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് ജോലി കിട്ടാനും. അതെ, എല്ലാവർക്കും ഗ്രാമങ്ങളിൽ എത്രയോ ആൾക്കാർക്ക് ഇത്ര 20 പേരുണ്ടെങ്കിലും അവരുടെ ഫാമിലിയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ മുന്നോട്ട് പോകും. അതെ. അപ്പോൾ അവർക്ക് ഒരു വരുമാനമൊക്കെ ആയിട്ട് അങ്ങനെ പുതിയ സംരംഭങ്ങൾ നമുക്ക് എത്രത്തോളം ഗുണകരമാണെന്നറിയോ. ഒരു റബ്ബർ ബാൻഡ് നമുക്ക് ഒരു സമയത്ത് കിട്ടുന്നത് നമുക്കതൊരു വലിയൊരു ഗുണമുള്ളൊരു കാര്യമാണ്. അതെ. അപ്പോൾ എന്താണെങ്കിലും വളരെ ഉപകാരം കണ്ണൻ. നമുക്ക് എന്താണെങ്കിലും വീണ്ടും കാണാം. ഓക്കെ, വളരെ നന്ദി. താങ്ക്സ്. ബന്ധപ്പെടാം. ഇപ്പം ഞാനിത് ഞാൻ ഇങ്ങനത്തെ ഈ ഐഡിയാസ് കാണിക്കാനുള്ളൊരു പ്രചോദനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു ബിസിനസ് ഐഡിയ കിട്ടുകയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു ജോലി ലഭിക്കാനുള്ളൊരു കാരണം ആകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനത്തെ ഉള്ള ചെറിയ ബിസിനസ് ഐഡിയാസുകൾ ഞാൻ
പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളും ഈ വീഡിയോ കാണുകയും അതുപോലെ തന്നെ ഇവരെയും എന്നെയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതാണല്ലോ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു പ്രോത്സാഹനം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.